വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് നമക്യന്മാരുടെ ഗ്രഹത്തിൽ ബുൽമയും കൂട്ടരും വന്നെത്തിയപ്പോൾ സീ ഫൈറ്റേഴ്സിന്റെ എക്കാലത്തെ ഏറ്റവും വലിയ പേടി സ്വപ്നമായ വെജിറ്റയെ അവിടേക്ക് വന്നെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന ബുൽമയും കൂട്ടരും പേടിച്ച് വിറച്ച് തളർന്നു വീഴുന്നതും പ്രപഞ്ചത്തിലെ മുഴുവൻ അശക്തരായ ആളുകളെയും കൊന്നുകൊലവിളിച്ചും അടക്കിവാണുകൊണ്ട് ലോകം മുഴുവൻ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്താൻ ഇറങ്ങിത്തിരിച്ച വളരെ ശക്തിശാലിയായ ഫ്രീസ എന്ന അസുര ചക്രവർത്തിയുടെ പടയും ഫ്രീസയും അനുയായികളും എല്ലാവരും കൂടെ ചേർന്ന് നിഷ്കളങ്കന്മാരായ നമക്യന്മാരെ എല്ലാം കൊന്നു തള്ളിക്കൊണ്ട് 4 വലിയ ഡ്രാഗൺ ബോളുകൾ കണ്ടെത്തിയതും മിച്ചമുള്ള 3 ഡ്രാഗൺ ബോളുകൾ എത്രയും വേഗം കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഫ്രീസ പൊട്ടിച്ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ തുടരുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി നമക് സാഗയുടെ 3ാം എപ്പിസോഡാണ്. ഒരു കഥയിലേക്ക് പോകാം. ഫ്രീസയുടെ ഒരു അനുയായി കൊന്നു തള്ളിയ നമക്യന്മാരുടെ ഒരു ഗൃഹത്തിനുള്ളിൽ നിന്നും വളരെ വലിയൊരു ഡ്രാഗൺ ബോൾ എടുത്തുകൊണ്ട് വന്ന് ഫ്രീസയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഡൊഡോരിയ എന്ന കണക്കപ്പള്ളിയുടെ അടുത്ത് ഏൽപ്പിക്കുമ്പോൾ അത് കാണുന്ന ഫ്രീസ, ഡൊഡോരിയ നീ ഇത് സൂക്ഷിച്ചു വെച്ചോ, വെജിറ്റ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇത് തേടിയാണ്, പിന്നെ ഇതെങ്ങാനും നിന്റെ കയ്യിൽ നിന്ന് പോയാൽ ഞാൻ ആദ്യം കൊല്ലാൻ പോകുന്നത് നിന്നെയാണ്. അതേസമയം ഫ്രീസയുടെ വലം കൈയായ സെർബോൺ എന്ന അടിയ ഫ്രീസ വെജിറ്റയ്ക്ക് പിന്നാലെ കീവി ഇവിടേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല വെജിറ്റയുടെ വന്നിറങ്ങുന്നതിന് തൊട്ടു മുന്നേ വളരെ വലിയ ശക്തിയുള്ള 2 പേരുടെ പവർ ലെവൽ കൂടി എനിക്ക് റീഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അവരുടെ പവർ ലെവൽ അപ്രത്യക്ഷമായിരിക്കുന്നു. റീഡിങ് വന്ന സ്ഥലത്തേക്ക് നമ്മുടെ ആളുകളെ അവരെ തപ്പി ഞാൻ അയച്ചിട്ടുണ്ട് എന്നൊക്കെ സർവൻ പറയുമ്പോഴത്തേക്കും ഫ്രീസ ഇടയ്ക്ക് കയറി സംസാരിച്ചുകൊണ്ട് അതൊന്നും ഒരു കുഴപ്പമല്ല, ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കെതിരെ തിരിഞ്ഞ ആ സയാൻ വെജിറ്റയെ എങ്ങനെയാണ് നമ്മൾ തടയാൻ പോകുന്നത് എന്നതാണ്. എന്നാൽ അതെല്ലാം കേൾക്കുന്ന സർവൻ, ഫ്രീസ സാമ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, കീവി ഇവിടേക്ക് വന്നിരിക്കുന്നത് വെജിറ്റയെ ഇല്ലാതാക്കാനാണ്, അതവൻ എത്രയും വേഗം ചെയ്യുന്നതാണെന്നും പറഞ്ഞ് സർബോൺ ചിരിക്കുന്നു. അതേസമയം നവഗ്രഹത്തിലേക്ക് വന്നിറങ്ങിയ കീവി എനർജി മീറ്ററിന്റെ സഹായത്തോടെ വെജിറ്റ എവിടെയാണുള്ളതെന്ന് ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. വെജിറ്റ, നിന്നെ കൊല്ലുക എന്നത് പണ്ട് മുതലുള്ള എന്റെ ഒരു ആഗ്രഹമാണ്, ഇപ്പോഴാണ് നിന്നെ കൊല്ലാൻ ഫ്രീസ സമയുടെ ഉത്തരവ് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കെവി അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് വെജിറ്റയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന വെജിറ്റ പൊട്ടി ചിരിക്കുകയാണ്. കെവി, നിനക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുകയാണ്, എന്നെ കൊല്ലാൻ നിന്നെ കൊണ്ട് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വേഗം വരൂ കെവി, ഞാനും ഈ നാളിനു വേണ്ടിയാണ് ഇത്രയധികം വർഷങ്ങൾ കാത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റ കെവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. വെജിറ്റ, നിനക്ക് മരിക്കാൻ ഇത്രയ്ക്ക് തിടുക്കമോ? ഭൂമിയിൽ പോയ നീ അവിടുത്തെ കീടങ്ങളെ പോലെ ലോലനായി പോയോ? എന്റെ എനർജി മീറ്ററിൽ എനിക്ക് വ്യക്തമായി കാണാം നിന്റെ പവർ ലെവൽ എന്റെ പവർ ലെവലിനേക്കാൾ വളരെയധികം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റയുടെ നേർക്ക് കെവി പറന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം ബുൽമ ക്രില്യന്റെയും ഗുഹാന്റെയും വാക്ക് കേട്ട് ഭൂമിയിലേക്ക് ഒറ്റയ്ക്ക് തിരികെ പോകാൻ തയ്യാറാവുകയാണ്. ഗുഹാന് അവിടേക്ക് ശക്തന്മാരായ ആരൊക്കെയോ വരുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. ഗുഹാനും ക്രില്യനും എന്തിനും തയ്യാറായി നിൽക്കുമ്പോഴേക്കും ഫ്രീസയുടെ പടയിലുള്ള 2 പേർ അവിടേക്ക് വന്നെത്തുകയാണ്. വരുന്നവർ നമക്യന്മാരായിരിക്കുമോ എന്ന് ഗുഹാൻ സംശയിക്കുന്നുണ്ടെങ്കിലും എന്നാൽ അവരെ കാണുന്ന ബുൽമ അവർ നമക്യന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ അലറിക്കരയുന്നു. അതേസമയം അവിടേക്ക് വന്ന ദുഷ്ടന്മാർ ക്രില്യനെയും ഗുഹാനെയും ബുൽമയെയും കാണുന്നു. അതിലെ വഗ് എന്ന പേരുള്ള ഒരു പടയാളി ഇവന്മാർ നമക്യന്മാരല്ലോ എന്ന് പറഞ്ഞ് സംശയിച്ചു നിൽക്കുമ്പോൾ അതിലെ ബനാന എന്ന പടയാളി, ഇവന്മാരാരാണെങ്കിലും നമുക്കെന്താ, ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും കൊന്നുകളയാനാണ് ഫ്രീസ നമുക്ക് വന്നിരിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹാനും കൂട്ടരും നിൽക്കുന്നതിന് മുന്നിലേക്ക് അവർ പറന്നു വന്ന് നിൽക്കുന്നു. അവരെ കാണുന്ന ക്രില്യൻ, ഇവന്മാർ അണിഞ്ഞിരിക്കുന്നത് സയാന്മാർ ഇട്ടിരിക്കുന്നത് പോലെയുള്ള കവചങ്ങളാണ്, പക്ഷേ ഇവന്മാർ സയാന്മാരല്ല, അതിനേക്കാൾ ക്രൂരന്മാരാണ്. ഗുഹാൻ, യുദ്ധമല്ലാതൊരു നിവൃത്തിയില്ല നമുക്കിപ്പോൾ, നീ തയ്യാറായിക്കൊള്ളൂ, പക്ഷെ നിന്റെ ശക്തി അവർക്ക് റീഡ് ചെയ്യാൻ സാധിക്കരുത്. ഓക്കെ എന്ന് പറയുന്ന ഗുഹാനും ക്രില്യനും അവരവരുടെ ശക്തികൾ, അവരുടെ പവർ ലെവലുകൾ എതിരാളികൾക്ക് റീഡ് ചെയ്യാൻ സാധിക്കാത്തതുപോലെ മറച്ചു വയ്ക്കുന്നു. അതിനാൽ തന്നെ ദുഷ്ടന്മാർ നോക്കുമ്പോൾ ക്രില്യന്റെയും ഗുഹാന്റെയും പവർ ലെവൽ തീരെ കുറവായിട്ടാണ് കാണുന്നത്. അതിലൂടെ തന്നെ ഇവർ തിരികെ പോകാതിരിക്കാൻ വേണ്ടി ആദ്യം അവരുടെ സ്പേസ് ഷിപ്പ് തന്നെ തകർത്ത് കളയുന്നു. ഇനി നമുക്ക് ഈ പുഴുക്കളെ കൊന്നാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹാനും ക്രില്യനെയും കൊല്ലാൻ വേണ്ടി അവന്മാർ തയ്യാറാകുമ്പോൾ വളരെയധികം ദേഷ്യം വരുന്ന ക്രില്യൻ, ഗുഹാൻ നിന്റെ ശക്തി മുഴുവൻ ഉയർത്തിക്കോ, നമുക്ക് ഇവന്മാരെ പെട്ടെന്ന് കൊന്നേക്കാം എന്നും പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ അലറുകയും അത് കേൾക്കുന്ന ദുഷ്ടന്മാർ, എന്താ ഇവന്മാർ നമ്മളെ കൊല്ലുമെന്നോ, തമാശ പറയില്ലേ എന്നും പറഞ്ഞ് അടക്കിടന്ന് പൊട്ടിച്ചിരിക്കുമ്പോഴത്തേനും ഗുഹാനും ക്രില്ലിനെ അവരുടെ ശക്തി മുഴുവൻ മേളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്നതായി കാണുന്ന അവർ ഞെട്ടി വിറയ്ക്കുകയും എതിരാളികൾക്ക് ഒരു നിമിഷം പോലും കൊടുക്കാതെ പാഞ്ഞു വരുന്ന ഗുഹാനും ക്രില്ലിനെ അവർ 2 പേരും അടിച്ച് കൊന്ന് വെള്ളത്തിലേക്ക് എറിയുകയും ചെയ്യുന്നു. തകർന്നുപോയ സ്പേസ് ഷിപ്പ് നോക്കിക്കൊണ്ട് ഇനി തിരികെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബുൾമ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സർബാൻ എന്തോ ആലോചിച്ച് നിൽക്കുന്ന കാണുന്ന ഫ്രീസ എന്ത് പറ്റിയെന്ന് സർബാനോട് തിരക്കുമ്പോൾ, അതേ ഫ്രീസ സാമ, നിങ്ങൾ നേരത്തെ നിസ്സാരന്മാരായി കണ്ട 2 പുഴുക്കൾ നമ്മുടെ 2 ശക്തന്മാരായ ആൾക്കാരെ കൊന്നിരിക്കുകയാണ്. അത് കേൾക്കുന്ന ഫ്രീസ, അവർ വെജിറ്റയോടൊപ്പമാണ് ഉള്ളത് എന്ന് സർബാനോട് തിരക്കുന്നു. അവർ 2 പേരും വെജിറ്റയോടൊപ്പം അല്ല ഉള്ളത്, പക്ഷെ അവരുടെ 2 പേരുടെയും പവർ ലെവൽ 1500 മേലെയാണ് എന്ന് സർബൻ ഫ്രീസയോട് പറയുമ്പോൾ, 1500 ഉള്ളൂ, അവരെ കാണുമ്പോൾ കൊന്നുകളെ എന്ന് പറഞ്ഞ് ഫ്രീസ സന്തോഷത്തോടെ വേറെ വഴിക്ക് പോവുകയും ചെയ്യുന്നു. അതേസമയം പൊട്ടിപ്പോയ സ്പേസ് ഷിപ്പിന്റെ ഭാഗങ്ങൾ ഒട്ടിച്ചെടുക്കാൻ സാധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുന്ന ബുൽമ, എന്റെ പ്രതീക്ഷകൾ മുഴുവൻ വെള്ളത്തിലായി, ഇനി എനിക്ക് ഭൂമിയിലേക്ക് തിരികെ പോകാനായി കഴിയില്ലല്ലോ എന്നും പറഞ്ഞ് ബുൽമ കരയുകയാണ്. എന്നാൽ ബുൽമയുടെ കരച്ചിൽ കാണുന്ന ക്രില്ലിനും ഗുഹാനും, നമ്മൾ ഇവിടെ നിൽക്കുന്ന വളരെ ആപത്താണ്, നമുക്ക് എവിടെയെല്ലാം പോയി ഒളിച്ചിരിക്കണം, വളരെ ശക്തന്മാരായ ആരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്,
നമക്യന്മാരെ കൊണ്ട് ഇതെല്ലാം ശരിയാക്കാൻ സാധിക്കുന്നതാണ്, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ബുൽമയെ അവർ ആശ്വസിപ്പിക്കുകയാണ്. അതേസമയം ചിരിച്ചുകൊണ്ടിരിക്കുന്ന വെജിറ്റനെ വളരെ ശക്തിയോടെ ആക്രമിക്കാൻ വരുന്ന കീവി വളരെ വലിയ ശക്തിയിൽ വെജിറ്റയ്ക്ക് നേരെ ഒരു അറ്റാക്ക് പ്രയോഗിക്കുന്നുണ്ടെങ്കിലും വെജിറ്റ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ദുർബലനായി മാറിയ നിന്റെ കണക്ക് ഇപ്പോൾ തന്നെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് കീവി വെജിറ്റയെ നോക്കി ചിരിക്കുമ്പോൾ, ഓ കീവി കീവി കീവി, എന്റെ പവർ ലെവൽ കണ്ടിട്ടാണോ നീ ഇത്രയേറെ സന്തോഷിക്കുന്നത്? ഭൂമിയിൽ പോയ ഞാൻ അവരിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു കാര്യം എങ്ങനെയാണ് പവർ ലെവൽ കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റ അലറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നീ എന്റെ പവർ ലെവൽ ഒന്നുകൂടെ നോക്കടാ എന്ന് പറഞ്ഞു വെജിറ്റ അലറിച്ചിരിക്കുമ്പോൾ ആ സമയം വെജിറ്റയുടെ പവർ ലെവൽ എനർജി മീറ്ററിൽ നോക്കുന്ന കീവി ഞെട്ടി വിറയ്ക്കുന്നു. വെജിറ്റയുടെ പവർ ലെവൽ 17,000, 18,000, 19,000 ഇങ്ങനെ ക്രമതീതമായി വളരെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. കീവിയുടെ പേടിച്ച് വിറച്ച് ഭയം തുളുമ്പി നിൽക്കുന്ന മുഖം കണ്ട് വെജിറ്റ, എപ്പോഴും നീ എനിക്ക് തുല്യനാണെന്നാണോ നീ വിചാരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വെജിറ്റ അലർന്നു. പേടിച്ച് വിറച്ച കീവിയുടെ എനർജി മീറ്ററിൽ 20,000, 21,000, 22,000 എന്ന് വെജിറ്റയുടെ പവർ ലെവൽ വളരെ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ കീവിയുടെ കണ്ണിൽ വെച്ചിരുന്ന എനർജി മീറ്റർ പൊട്ടിത്തെറിക്കുന്നു. അതേസമയം ഫ്രീസയുടെ പക്കൽ നിന്നുകൊണ്ട് വെജിറ്റയുടെ എനർജി സെൻസ് ചെയ്തുകൊണ്ടിരുന്ന സർബാന്റെ കണ്ണിൽ വെച്ചിരുന്ന എനർജി മീറ്ററും പൊട്ടിത്തെറിക്കുന്നു. വെജിറ്റയുടെ പവർ ലെവൽ 22,000 ആണ് കാണിക്കുന്നതെന്ന് പറഞ്ഞ് സർബാനും ഞെട്ടുന്നുണ്ടെങ്കിലും നിന്റെ കണ്ണിൽ വെച്ചിരുന്ന മെഷീൻ കേടായതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഡോറിമോ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കും. വെജിറ്റയുടെ പവർ ലെവൽ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോറിമോയും പെട്ടെന്ന് അത്ഭുതപ്പെട്ട് വയന്ന് പറിച്ചു നിൽക്കുന്നത് കാണുന്ന സർബോൺ എന്തു പറ്റിയെന്ന് തിരക്കുകയാണ്. എന്റെ മെഷീനും കേടായെന്ന് തോന്നുന്നു, അവന്റെ പവർ ലെവൽ ഇപ്പോൾ 24,000 ആണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു ഡോറിമോ അലർന്നു. എന്താണ് നീ ആ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മളെക്കാൾ ശക്തി പവർ ലെവൽ അവൻ ഉയർന്നു എന്നാണോ നീ പറയുന്നത് എന്നും പറഞ്ഞ് സർബാൻ അത്ഭുതപ്പെടുമ്പോൾ അതെല്ലാം കാണുന്ന ഫ്രീസ വളരെ പുച്ഛത്തോടെ, അവന്റെ പവർ ലെവൽ വെറും 24,000 അല്ലേ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിന്നാൽ നിസ്സാരമായി അവനെ കൊന്നുകളയാം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീസ അവരെ നോക്കി ചിരിക്കുകയാണ്. അതേസമയം വെജിറ്റയുടെ പവർ ലെവൽ കണ്ട് ഭയന്ന് വിറയ്ക്കുന്ന കീവി, വെജിറ്റ നിൽക്കൂ, എന്നെ കൊല്ലരുത്, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, ഞാനത് നിന്നോട് പറയാം. നിന്റെ ഇത്രയും വലിയ പവർ ലെവൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാനും നിന്റെ ഒപ്പം ടീമപ്പ് ആവാം. സർബോനെയും ഡോറിമോനെയും നമുക്ക് സിമ്പിളായി തന്നെ തോപ്പിക്കാം, അതിനുശേഷം ഫ്രീസയും നമുക്ക് കൊന്നുകൊണ്ട് നമുക്ക് ഈ സാമ്രാജ്യം പിടിച്ചെടുക്കാം, നമുക്ക് ടീമപ്പ് ആയിക്കൂടെ എന്നെല്ലാം പറഞ്ഞ് വെജിറ്റേനെ ക്യാൻവാസ് ചെയ്യാൻ കീവി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം കേൾക്കുമ്പോഴും വെജിറ്റയ്ക്ക് വളരെയധികം ദേഷ്യം വരികയും, നീ എന്നെ ചതിക്കാനാണോ നോക്കുന്നത് ചോദിച്ച് കീവിയോട് വളരെയധികം ദേഷ്യപ്പെടുകയും ചെയ്യും. പെട്ടെന്ന് കീവി ഫ്രീസ സാമ എന്നും പറഞ്ഞ് പുറകോട്ട് വിളിക്കുമ്പോൾ അവിടേക്ക് തിരിഞ്ഞു നോക്കുന്ന വെജിറ്റേനെ പറ്റിച്ചുകൊണ്ട് വളരെ മാരകമായി എനർജി അറ്റാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വെജിറ്റേനെ കൊല്ലുവാൻ ശ്രമിക്കും. വളരെ വലിയ പൊടിപടലം കടയിൽ പെട്ടുപോയി വെജിറ്റേനെ മാറി നിന്ന് നിരീക്ഷിക്കുന്ന കീവി പൊടിപടലങ്ങൾ കെട്ടടങ്ങുമ്പോൾ വെജിറ്റേനെ അവിടെ കാണാതെ വരുന്നതിനാൽ വെജിറ്റ ചത്ത് കാണുമെന്ന് വിചാരിക്കുകയാണ്. അതേസമയം മറ്റൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന വെജിറ്റ, എന്റെ പവർ ലെവൽ ഉയർന്നു എന്നതിന്റെ അർത്ഥം എന്റെ വേഗതയും വളരെയധികം ഉയർന്നു എന്നതാണ്, നിന്നെ കൊണ്ട് ഒരിക്കലും എന്നെ കൊല്ലാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു വളരെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പറന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന കീവിയുടെ പുറകെ വളരെ വേഗത്തിൽ വെജിറ്റയും പറന്നു ചെന്നുകൊണ്ട് ആഞ്ഞൊരു ഇടിയിടിക്കുകയും പേടിച്ച് പറിച്ച് തെറിച്ചു പോകുന്ന കീവിയുടെ നേർക്ക് വളരെ വലിയൊരു എനർജി ബ്ലാസ്റ്റ് അറ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഭസ്മമാക്കി കളയുകയും ചെയ്യുന്നു. അതേസമയം ഡോറിമോ, വെജിറ്റയുടെ പവർ ലെവൽ 24,000 ആണ്, അവൻ കീവിയെ വളരെ ലളിതമായിട്ടാണ് കൊന്നു കളഞ്ഞത് എന്നെല്ലാം പറഞ്ഞ് പേടിച്ച് പറിച്ച് സംസാരിക്കുമ്പോഴേക്കും അതെല്ലാം കാണുന്ന ഫ്രീസ, അവന്റെ കാര്യം വിട്, എനിക്കിപ്പോൾ 5ാമത്തെ ഡ്രാഗൺ ബോൾ ആണ് വേണ്ടത്, എത്രയും വേഗം അത് കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടുകൾ നോക്കുക എന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുകയാണ്. കീവിയെ കൊന്നു തള്ളി വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന വെജിറ്റ, എന്റെ ഇപ്പോഴത്തെ പവർ ലെവൽ വെച്ചിട്ട് എനിക്ക് സർബാനെയും ഡോറിമോനെയും കൊല്ലുവാൻ സാധിച്ചേക്കും, പക്ഷെ ഫ്രീസയുടെ ശക്തി എന്നേക്കാൾ വളരെയേറെ വലുതാണ്, ഫ്രീസയെ കൊല്ലണമെങ്കിൽ എനിക്ക് മുഴുവൻ ഡ്രാഗൺ ബോളുകളും സംഘടിപ്പിച്ച് എങ്ങനെയെങ്കിലും അമരത്വം നേടിയെടുത്തേ കഴിയൂ. ഫ്രീസയുടെ ആളുകൾ ഇപ്പോൾ ഡ്രാഗൺ ബോളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയാം, പക്ഷെ 7 ഡ്രാഗൺ ബോളുകൾ ഇല്ലാതെ അതിന്റെ യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. ഒരേ ഒരു ഡ്രാഗൺ ബോൾ എനിക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മിച്ച 6 ഡ്രാഗൺ ബോളുകൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് യാതൊരു ഉപകാരവും അത് ചെയ്യാൻ പോകുന്നില്ല. അവർ 6 ഡ്രാഗൺ ബോളുകൾ കണ്ടുപിടിക്കട്ടെ, എനിക്ക് ഒരേ ഒരെണ്ണം മതി, മിച്ചമുള്ളത് എങ്ങനെയും അവരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റണം, എന്നിട്ട് എനിക്ക് അമരത്വം നേടിയെടുക്കണം, എന്നിട്ട് ആ ഫ്രീസയെ എന്റെ കൈ കൊണ്ട് എനിക്ക് കൊന്നുകളയണം. അതേസമയം ഫ്രീസയുടെ ഒരു പടയാളി തൊട്ടടുത്തുള്ള പ്രദേശത്ത് കുറെ നമക്കന്മാരുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി അതേപടി ഫ്രീസയോട് പറയുകയും ചെയ്യുന്നു. ശരി, നമുക്ക് എത്രയും വേഗം അങ്ങോട്ടേക്ക് പോവാം, അവിടെയുള്ള നമക്കന്മാരെ മുഴുവൻ കൊന്നാൽ ചിലപ്പോൾ നമുക്ക് 5ാമത്തെ ഡ്രാഗൺ ബോളുകൾ കിട്ടുമെന്ന് പറഞ്ഞ് ഫ്രീസ ചിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ നിന്ന് ഫ്രീസയും അവന്റെ ആൾക്കാരും എല്ലാവരും കൂടെ ശരവേഗത്തിൽ മറ്റു നമക്കന്മാരുള്ള സ്ഥലം ഡിറ്റക്ട് ചെയ്ത ഏരിയയിലേക്ക് നോക്കി പറക്കുന്നു. അതേസമയം വെജിറ്റ വളരെ സന്തോഷത്തോടു കൂടെ, ഡ്രാഗൺ ബോളിന്റെ സഹായത്തോടെ എങ്ങനെയും എനിക്ക് ശക്തി മുഴുവൻ ആർജിച്ചെടുക്കാൻ സാധിച്ചാൽ ഫ്രീസയെ എങ്ങനെയെങ്കിലും ഞാൻ കൊന്നുകളയും, ഈ ഫ്രീസയെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കിയാൽ ഞാനായിരിക്കും, സയാൻ പ്രിൻസായ ഞാൻ വെജിറ്റയായിരിക്കും ഈ ലോകം മുഴുവൻ ഇനി വാഴുവാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റ വളരെ സന്തോഷത്തോടെ ആകാശത്തേക്ക് ഡ്രാഗൺ ബോളുകൾ തപ്പി പറക്കുകയും ചെയ്യും. അതേസമയം ഗുഹാനും ക്രില്ലിനും ബുൽമയും വളരെയേറെ ദൂരം പുഴയും മലയും കരയും എല്ലാം താണ്ടി കയറി വന്ന് വളരെ സേഫായ മലയ്ക്കിടയിലെ ഒരു ഗുഹ പോലൊരു സ്ഥലം കണ്ടെത്തുകയും തൽക്കാലത്തേക്ക് അവിടെ ഒളിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ് ബുൽമ സമാധാനിക്കുകയും ചെയ്യും. അതേസമയം വളരെ വലിയ കീയുള്ള ആരൊക്കെ അവിടേക്ക് പറന്നു വരുന്നതായി മനസ്സിലാകുന്ന ഗുഹാനും ക്രില്ലിനും പെട്ടെന്ന് പേടിച്ചു വിറച്ച് പെട്ടെന്ന് ബുൽമയും വലിച്ചുകൊണ്ട് അകത്തേക്ക് ഒളിഞ്ഞു നിൽക്കുകയാണ്. അതേസമയം ഡ്രാഗൺ ബോളുകളുമായി വരുന്ന ഫ്രീസയും കൂട്ടരും ശരവേഗത്തിൽ അവിടെ തെന്നി മാറി ദൂരേക്ക് പറന്നു പോകുന്നു. ഫ്രീസയുടെ കൂട്ടാളികളെയും ഫ്രീസയും അവരുടെ കഴിക്കുന്ന ഡ്രാഗൺ ബോളും കാണുന്ന ക്രില്ലിനും ഗുഹാനും വളരെയധികം പേടിച്ചു വിറയ്ക്കുന്നു. അത് കണ്ട് പേടിച്ചു വിറച്ച് ശ്വാസം നിന്നു പോകുന്ന ക്രില്യൻ ബുൽമയുടെ ഡ്രാഗൺ ബോൾ റഡാർ എടുത്ത് പരിശോധിച്ച് നോക്കാൻ പറയുമ്പോൾ ഫ്രീസയുടെ ആൾക്കാർ വലിച്ചു
പിടിച്ചുകൊണ്ട് പോകുന്ന ഡ്രാഗൺ ബോളുകൾ 4 ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. അകത്ത് പേടിച്ച് നിൽക്കുന്ന ഗുഹാനെ പെട്ടെന്ന് ക്രില്ലിയൻ പുറത്തേക്ക് വിളിച്ചു വലിയ നടുക്കുപോയവനെ കണ്ടപ്പോൾ നിനക്ക് എന്തെങ്കിലും തോന്നിയെന്ന് ഗുഹാനോട് ചോദിക്കുകയും ചെയ്യുന്നു. അത് കേൾക്കുന്ന ഗുഹാൻ തോന്നി, അവനെ കണ്ട നിമിഷം ഞാൻ പേടിച്ച് പറിച്ചുപോയി. അവന് വളരെയധികം ശക്തിയാണുള്ളത്. നമ്മൾ വിചാരിക്കുന്ന വെജിറ്റേക്കാളധികം ശക്തിയുണ്ട് അവന്. അത് കേൾക്കുന്ന ക്രില്ലിയൻ ശരിയാണ്, അവൻ ഭയങ്കര ഈവിളാണ്. വെജിറ്റേക്കാളും വളരെയധികം ഈവിളാണ് ഇവൻ. അവന്റെ ശക്തി വളരെ കൊടൂരമാണ്. അത് എനിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു. പെട്ടെന്ന് ബുൽമയുടെ ആയിരിക്കുന്ന ട്രെഡാറിനകത്ത് മറ്റൊരു ഡ്രാഗൺ ബോളിന്റെ റീഡിംഗ് വരികയും ഫ്രീസയും കൂട്ടരും പോയിക്കൊണ്ടിരിക്കുന്ന ആ ഡ്രാഗൺ ബോളിന്റെ നേരെയാണെന്ന് അവൾ പറയുകയും ചെയ്യുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് ക്രില്ലിയൻ തയ്യാറാവുമ്പോൾ ഞാനും വരുന്നു, എനിക്കും അറിയണമെന്നും പറഞ്ഞ് ഗുഹാനും ക്രില്ലിയനൊപ്പം പുറപ്പെടുന്നു. ബുൽമയെ ആരും കാണാതെ അകത്തേക്ക് ഒളിച്ചിരിക്കുകയും മിന്നൽ വേഗത്തിൽ ഗുഹാനും ക്രില്ലിയനും തെന്നി അവിടെ നിന്ന് പല മുകളിലേക്ക് ചാടി വില്ലന്മാർ അവരുടെ എനർജി ലെവൽ മനസ്സിലാക്കാത്ത രീതിയിൽ അവരെ ഫോളോ ചെയ്ത് പുറകെ പോവുകയാണ്. ഉടനെ ഇതെല്ലാം അറിയിക്കണം, അല്ലെ നമുക്കെല്ലാവർക്കും ആപത്താണെന്നും പറഞ്ഞ് ബുൽമ ഭൂമിയിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുകയും ചെയ്യും. ശേഷം നമ്മൾ കാണുന്നത് ആശുപത്രി മുറിയിൽ കിടക്കുന്ന ഗോക്കുവിന്റെ അടുത്തേക്ക് മാസ്റ്റർ റോഷി ചെല്ലുന്നതാണ്. ഗുഹാനും ക്രില്ലിയനും ബുൽമയും സേഫായിട്ട് നവഗ്രഹത്തിൽ എത്തിയിട്ടുണ്ട്. അതേസമയം വെജിറ്റ ആ ഗ്രഹത്തിലേക്ക് ചെന്നിട്ടുണ്ട് എന്ന് മാസ്റ്റർ റോഷി പറയുന്നത് കേൾക്കുമ്പോൾ ഗോക്കു ഒരു നിമിഷത്തേക്ക് ഞെട്ടി വരയ്ക്കുന്നു. അതുമാത്രമല്ല വെജിറ്റയുടെ കൂട്ടുകാരെന്ന് വിശ്വസിക്കുന്ന കുറെ ക്രൂരന്മാരും ആ ഗ്രഹത്തിലുണ്ട്. അവരാൽ നമ്മുടെ കൂട്ടാളികൾ ചെന്ന സ്പേസ്ഷിപ്പ് നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അവിടെ അവർ വളരെ ശക്തിശാലിയായി വെജിറ്റയെക്കാളും 10 ഇരട്ടി ശക്തിയുള്ള ഒരു അസുരനെ കൂടെ അവർ കണ്ടെത്തുകയുണ്ടായി. അവർക്ക് ഇനി ഭൂമിയിലേക്ക് തിരികെ വരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഗോകു, നിന്റെ സഹായം അവർക്ക് അത്യാവശ്യമാണ്. അത് കേൾക്കുന്ന ഗോകുവിന്റെ തലയിൽ ഒരു ഇടിത്തി വീണതുപോലെ ഗോകുവിനെ തോന്നുന്നു. ഗോകു ഇതുവരെയായിട്ടും ഫൈറ്റ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിശാലിയായിട്ടുള്ള ആളാണ് വെജിറ്റ. വെജിറ്റയെക്കാളും ശക്തിശാലിയായ ഒരാളെന്ന് പറയുമ്പോൾ അയാൾക്ക് എത്രമാത്രം ശക്തി ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഗോകു ഒരു നിമിഷം ഭയന്ന് വിറയ്ക്കുകയും വളരെയധികം അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. ഗോകുവിനോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാസ്റ്റർ റോഷി പറയുന്നത് കേൾക്കുമ്പോൾ അവിടെയുള്ള ഡോക്ടറിന് അതെല്ലാം ഒരു മിത്ത് പോലെ തോന്നുകയും ഇവന്മാരെന്ത് പൊട്ടത്തരമാണ് പറയുന്ന രീതിയിൽ മുഖഭാവം കാണിക്കുകയും ചെയ്യുന്നു. പക്ഷേ മാസ്റ്റർ റോഷി പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കാൾ വെജിറ്റേക്കാൾ പവർ ലെവൽ ഉയർന്ന ഒരാൾ അവിടെ ഉണ്ട് എന്നത് പറയുന്നത് കേൾക്കുമ്പോഴാണ് ഗോകുവിന് വളരെയധികം ദേഷ്യം വരുന്നത്. അതേസമയം യാജിറോബി അവിടേക്ക് കയറി വരികയും കരിൻസാമ്പ് കൊടുത്തതാണെന്നും പറഞ്ഞ് ഗോകുവിന് കുറെ സെൻസുബയും കൊടുക്കുകയാണ്. നീ കൃത്യസമയത്താണ് ഇത് കൊണ്ടുവന്നത് എന്നും പറഞ്ഞ് ഗോകു സന്തോഷിക്കുമ്പോൾ പറ്റില്ല, രോഗികൾക്ക് ഇത്തരത്തിലുള്ള ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഡോക്ടർ യാജിറോബിനെ വിലക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു സെൻസുബിയും എടുത്ത് ഗോകുവിന്റെ വായിലേക്ക് തന്നെ യാജിറോബി വലിച്ചെറിയുക. അത് ചവച്ച് നിന്ന ഗോകുവിന്റെ മുറിവുകളും പെട്ടെന്ന് ഉണങ്ങുകയും ഒടിഞ്ഞ കയ്യും കാലും എല്ലാം വീണ്ടും പെട്ടെന്ന് ശരിയാവുകയും ചെയ്യും. പെട്ടെന്ന് കിടന്നിരുന്ന ബത്തിൽ നിന്നും തലം കുത്തി ഗോകു നേരെ മുകളിലേക്കെടുത്ത് ചാടി താഴേക്ക് ഇറങ്ങുകയും അത് കാണുന്ന ഡോക്ടറെല്ലാം അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. അവിടെ മാറ്റിവെച്ചിരുന്ന ഗോകുവിന്റെ വസ്ത്രങ്ങളെല്ലാം ഗോകു തിരികെ എടുത്ത് അണിയുകയാണ്. എന്നിട്ട് മിച്ചമുണ്ടായിരുന്ന സെൻസുബിയും യാജിറോബിയുടെ നിന്ന് മേടിച്ചിട്ട് ഞാൻ നവഗ്രഹത്തിലേക്ക് പോവുകയാണെന്ന് ഗോകു പറയും. നീ എങ്ങനെയാണ് നവഗ്രഹത്തിലേക്ക് പോകുക? ഇനി സ്പേസ്ഷിപ്പ് ഒന്നും ഇല്ലെന്ന് യാജിറോബി പറയുമ്പോൾ ബുൽമയുടെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹത്തോട് ഞാനൊരു സ്പേസ്ഷിപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ അവിടേക്ക് പോവുകയാണ്. എന്നാലും ആ സ്പേസ്ഷിപ്പ് എവിടെ നിന്ന് കിട്ടുമെന്ന് മാസ്റ്റർ റോഷി തിരക്കുമ്പോൾ ഞാൻ പിന്നീടാണ് ഒരു കാര്യം ആലോചിച്ചത്. ഇവിടെ മിച്ചമുണ്ടായിരുന്ന എന്റെ ബ്രദർ വന്ന സ്പേസ്ഷിപ്പ് മാത്രമായിരുന്നില്ല. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഇവിടേക്ക് വന്നത് സ്പേസ്ഷിപ്പിൽ തന്നെയാണ്. ആ സ്പേസ്ഷിപ്പ് ബുൽമയുടെ അച്ഛൻ്റെയിലാണ് ഉണ്ടായിരുന്നത്. അത് ഇവർ ഇപ്പോൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലാണ് ഇപ്പോൾ പോവാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു ജനലിനടുത്തേക്ക് വന്നിരിക്കുകയും നിംബാസ് എന്ന് അല്ലറി വിളിക്കുകയും ചെയ്യുന്നു. ഗോകു അവിടെ നിന്ന് താഴേക്കെടുത്ത് ചാടുമ്പോൾ പെട്ടെന്ന് മഞ്ഞമേഘം പറന്നു വന്ന് ഗോകുവിനെ പൊക്കിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഡോക്ടർ എല്ലാം ഭയന്ന് വിറച്ച് നിൽക്കുന്നു. പക്ഷേ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും അവിടെ നമ്മുടെ ആളുകൾ കുടുങ്ങി കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഗോകു എന്തിനാണ് ഇത്രയ്ക്ക് സന്തോഷിക്കുന്നത് എന്നും പറഞ്ഞ് മാസ്റ്റർ റോഷിയുടെ യാജിറോബി തിരക്കുമ്പോൾ അതിന് മറുപടിയായി മാസ്റ്റർ റോഷി അതിനെല്ലാം കാരണം ഒന്നാണ്, അവന്റെ ഉള്ളിലെ സയാൻ രക്തം. ശരിയാണ്, അവൻ എല്ലാവരെയും രക്ഷിക്കാനാണ് ആദ്യമായി ആഗ്രഹിക്കുന്നത്. പക്ഷെ അവന്റെ ഉള്ളിലെ സയാൻ രക്തം എപ്പോഴും അവനെ സ്ട്രോങ്ങസ്റ്റ് ആവാനാണ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ വെജിറ്റയെ കാണുന്നതുവരെ അവനാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആണെന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. പക്ഷെ വെജിറ്റേനെ കണ്ടപ്പോൾ വെജിറ്റയാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് വെജിറ്റയോടൊപ്പം ശക്തനാവാൻ, വെജിറ്റയേക്കാൾ ശക്തനാവാനാണ് അവൻ വെജിറ്റയോട് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത്. എന്നാൽ ഇപ്പോൾ വെജിറ്റയേക്കാളും വളരെയധികം ശക്തിയുള്ളവർ തന്നെ ആ ഗ്രഹത്തിലുണ്ടെന്നറിയുമ്പോൾ ഗോകുവിന് വീണ്ടും വളരെയധികം സന്തോഷം വരുന്നത് വെജിറ്റയേക്കാൾ വളരെയധികം ശക്തിയുള്ള അവനെ നേരിടാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടെന്നാൽ ഗോകുവിനാവണം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിശാലി. അതാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി അവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവന്റെ മരണം വരെയും എന്ന് മാസ്റ്റർ റോഷി പറയുമ്പോഴത്തേനും വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഗോകു മിന്നൽ വേഗത്തിൽ നിംബസിൽ കയറി മുകളിലേക്ക് പറന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.